ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പ്രോൺസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം മാറ്റി വെക്കാം. അതിനുശേഷം ഇത് വെളിച്ചെണ്ണയിൽ 2 സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് ഓയിലും പിന്നെ ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർക്കാം, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയും കൂടെ ചേർത്തിട്ട് പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കാം. നമ്മൾ കൈമ അരി വെച്ചിട്ടുള്ള ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മസാലയിലേക്ക് കുറച്ച് നാരങ്ങ നീരും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഇതിലേക്ക് മല്ലിയില, പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗീ റൈസ് മുകളിലായിട്ട് നിരത്തി കൊടുക്കുക. മുകളിൽ കുറച്ച് മല്ലിയില, പുതിനയില, കാഷ്നട്ട്സ്, കിസ്മിസ് പിന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് നേരം ചെറുതീയിൽ നിന്ന് ദം ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.